ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ കണ്ട കടുവ കാലിനേറ്റ പരിക്കിനെ തുടർന്ന് അവശനിലയിൽ. ആരോഗ്യസ്ഥിതി അടക്കം പരിശോധിച്ച ശേഷമാകും കടുവയെ പിടികൂടുന്ന കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. വനംവകുപ്പ് മേഖലയിൽ നിരീക്ഷണം തുടരുകയാണ്. കോട്ടയം DFO N രാജേഷും പെരിയാർ കടുവാ സങ്കേതത്തിലെ ഡോക്ടർ അനുരാജും സ്ഥലത്തെത്തി. ഗ്രാമ്പി വെടിക്കുഴി 2ാം ഡിവിഷനിൽ കൂടുവെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് 300 മീറ്റർ മാറിയാണ് നിലവിൽ കടുവയുള്ളത്. അവശനിലയിലുള്ള കടുവയ്ക്ക് അധിക ദൂരം സഞ്ചരിക്കാനുമാകില്ല. കടുവ കൂട്ടിലകപ്പെട്ടില്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയടക്കം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. മയക്കുവെടി വെക്കുന്നതിന്റെ സാധ്യതകളും പരിശോധിക്കും. പരിക്ക് നമ്മൾ കണ്ടെടുത്തോളം കുറച്ച് ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. ഇന്നലെ കണ്ട ഫുട്ടേജിലൊക്കെ നമുക്ക് ഏകദേശം അതിനൊരു ധാരണയുണ്ട്. എന്നാൽ പോലും നമുക്കിനി അത് ഡോക്ടർ എത്തി അത് ശരിക്കും പരിശോധന ശേഷം കറക്റ്റ് ഇത് നമുക്ക് കിട്ടും. ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മൾ ഇനി കൂട്ടിൽ കയറാത്ത പക്ഷം മിക്കവാറും നമ്മൾ മയക്കുവെടി വെക്കാനുള്ള ഒരു ഇതിലേക്ക് അത് ഇപ്പൊ എന്തായാലും നമ്മുടെ ഡോക്ടറിന്റെ ഒരു കൺസൾട്ടേഷന് ശേഷം ഹയർ ഓഫീസേഴ്സ് അത് തീരുമാനിക്കും. അങ്ങനെ മയക്കുവെടി വെച്ച് എടുക്കാൻ പറ്റുവാണെങ്കിൽ മയക്കുവെടി വെച്ച് എടുത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യും. എരുമേലി റേഞ്ച് ഓഫീസർ K ഹരിലാലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കടുവയെ നിരീക്ഷിക്കുന്നുണ്ട്. കടുവയുടേത് കുരുക്കുമുറുകിയുണ്ടായ പരിക്കാണെന്ന സംശയം വനംവകുപ്പിനുണ്ട്. കടുവ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നതിനാൽ നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജനം, ഇടുക്കി.